Hello, Assalamu alaikum. Welcome back to my channel AINISH World. ഇന്നത്തെ വീഡിയോ ഒരു ബോയ് കിഡ്സിൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തീമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ക്രിക്കറ്റ് ബാറ്റും ബോളും സ്റ്റമ്പും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ രണ്ട് കളർ ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ വൈറ്റ് ഫോണ്ടൻറ്റിൽ ഒരു ബ്രൗൺ കളർ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്കിൻ കളറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റിൻ്റെ കളർ ഏകദേശം ഒരു സ്കിൻ കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കളറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാറ്റിൻ്റെ ആ ഒരു ഷേപ്പ് പോലെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ക്രിക്കറ്റ് ബാറ്റിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ അറിയാലോ, കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റമ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ആ സെയിം കളർ ഫോണ്ടൻ്റ് തന്നെ ഞാൻ പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് സ്ക്യൂവറിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ ഒരു ഫോണ്ടൻ്റ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്കിൽ കുത്തി വെക്കുമ്പോഴും നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്ര ഒരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടില്ല. സ്ക്യൂറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ 3 സ്റ്റമ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ഫോണ്ടലിൽ ഞാൻ CMC പൗഡർ ആഡ് ചെയ്തിട്ടാണ് ജസ്റ്റ് കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷനിൽ നമുക്ക് ഡ്രൈ ആയി കിട്ടും. ഏകദേശം 3 സ്റ്റമ്പും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വെക്കണ ആ ഒരു സംഭവം കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ ഷേപ്പ് നമുക്ക് ഏകദേശം ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് ആ ഒരു ഷേപ്പാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കി തലേദിവസം തന്നെ ഞാൻ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്ത് റെഡിയാക്കി മാറ്റി വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്കിൽ അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. ഇപ്പോൾ സ്റ്റമ്പും ബേൽസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഹാൻഡിൽ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ റെഡ് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റെഡ് കളർ ഹാൻഡിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ബാറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയ ഒരു ഹോൾ വെച്ചിട്ട് ഈ ഒരു പീസ് ഹാൻഡിലിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെള്ളം അപ്ലൈ ചെയ്തിട്ട് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് ഡ്രൈ ആയിക്കോളും. പിന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ബാറ്റിൻ്റെ മുകളിൽ ഒരു ഷേപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബോളിന് വേണ്ടിയിട്ട് റെഡ് കളർ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. റെഡ് കളറ് ഒരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കളർ വരുന്നുണ്ടല്ലോ, വൈറ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ കളർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ഫോണ്ടിന് നല്ല തിന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതിപ്പോൾ ഗ്ലൂ വെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോൾ ഷേപ്പായി കിട്ടും. ഇനി ഞാൻ നെയിം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ച് ഒരു പീസ് കട്ട് ചെയ്ത് വെക്കാമായിരുന്നു. പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി, ഒരു ടീഷർട്ട് മോഡൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും കൂടിയും ആ ഒരു കേക്കിന് കുറച്ചും കൂടെ മാച്ചായിരിക്കുന്നു. അപ്പോൾ വൈറ്റ് ഫോണ്ടൻറ്റ് പരത്തിയിട്ട് ഞാൻ ഒരു ടീഷർട്ടിൻ്റെ മോഡൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം അറിയാമല്ലോ ആ ഒരു ഷേപ്പ്, ടീഷർട്ടിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പേരെഴുതുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും അതിൽ പേരെഴുതി വരുമ്പോൾ. അപ്പോൾ ഞാൻ പേരും ഏജും അതിലാണ് എഴുതി കൊടുക്കുന്നത്. ഇതുപോലെ ടീഷർട്ടിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ പേരെഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി കേക്കിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോസിൽ വെച്ചിട്ടാണ്. ഗ്രാസിൻ്റെ ഡിസൈൻ ചെയ്യുന്ന നോസിലാണിത്. ഇതിന് നമ്പറൊന്നും ഇല്ല കേട്ടോ, ഞാൻ വാങ്ങിച്ചതിന് നമ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നോസിൽ വെച്ചിട്ടാണ് ഗ്രാസ് പോലെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് പോലെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലീഫ് ഗ്രീനിൻ്റെ ജെൽ കളറ് വൈറ്റ് ക്രീമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് സ്മൂത്തിങ് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് ഞാൻ നേരത്തെ തന്നെ ക്രം കോട്ടും ഫൈനൽ കോട്ടും ഒക്കെ ചെയ്ത് നല്ല ഫിനിഷിംഗ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കേക്കിൻ്റെ ഫിനിഷിങ്ങും ഈ ഒരു തീം വർക്കും കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീം മാത്രം കാണിക്കുന്നത്. ഇനി നമുക്ക് ആ സെയിം ക്രീം തന്നെയാണ് ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ആ നോസിൽ വെച്ചിട്ട് ഈ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഗ്രാസിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ആ മേലത്തെ ആ ഒരു ഭാഗവും പിന്നെ അടിയിലുമാണ് ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. ഫുൾ കവർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ വൈറ്റും ഗ്രീനും ഒരു കോമ്പിനേഷൻ, അപ്പോൾ വൈറ്റും ഗ്രീനും വരുമ്പോൾ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ള് കവർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫുള്ള് കവർ ചെയ്യണില്ല. ഇപ്പം ഏകദേശം അടിയിലും മേലെയും ഒക്കെ ഡിസൈനൊക്കെ ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ്, ഗ്രീൻ സ്പ്രിങ്കിൾസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ സ്റ്റമ്പൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ക്യൂർ വെച്ചിട്ട് ചെയ്ത കാരണം നമുക്ക് ഈസി ആയിട്ട് അതുമ്പോൾ കുത്തി കൊടുക്കാൻ പറ്റണത്, അല്ലെങ്കിൽ അതൊരു ഫിനിഷിങ്ങിൽ നിൽക്കില്ല. പിന്നെ ബാച്ച് ആ സൈഡിൽ വെച്ച് കൊടുത്ത് ബോളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയിം എഴുതിയിട്ടുള്ള ആ ഒരു ടീഷർട്ടിൻ്റെ ഷേപ്പും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു തീം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.